ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 പ്രാവശ്യമാണ് പരിശുദ്ധ മാർപ്പാപ്പായെ കാണുവാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. ആദ്യത്തെ പ്രാവശ്യം 2019 2020 കൊറോണയ്ക്ക് ഒരു ആഴ്ച മുമ്പ് ആണ് അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. എളിമയുടെ ഒരു രൂപമാണ് അദ്ദേഹത്തെ ദർശിക്കാൻ സാധിച്ചത്. ഒരു സെക്കൻഡ് മാത്രം നീണ്ടുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നെ അവസരം ലഭിച്ചത് സർവ്വ സമ്മേളനം നടത്തണം എന്നുള്ള വലിയ ആഗ്രഹം, വത്തിക്കാൻ വെച്ച് നടത്തണം എന്നുള്ള ആഗ്രഹം ശിവഗിരിയിലെ സന്യാസി ശ്രേഷ്ഠന്മാർ എന്നോട് പറയുകയും ആ ആഗ്രഹം നടത്തുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. അതിനുവേണ്ടി അനുമതി തേടിയുള്ള ആദ്യ കൂടിക്കാഴ്ച നടന്നത് ഓഗസ്റ്റ് 2024 13 ഓഗസ്റ്റ് 13 2024. അന്ന് ഞാൻ, ബാബുരാജ് സാറ്, അതുപോലെ തന്നെ സ്വാമി വീരേശ്വരാനന്ദ 3 പേരാണ് പരിശുദ്ധ പിതാവിനെ കാണുവാൻ അഭിവന്ധ്യ ജോർജ് കോക്കാട്ട് പിതാവിനോടൊപ്പം പോയത്. അന്ന് ക്ഷീണിതനായി കാണപ്പെട്ട അദ്ദേഹം ഞങ്ങൾ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു. ഗുരുദേവനെ കുറിച്ചുള്ള കാര്യങ്ങൾ സ്വാമി വീരേശ്വരാനന്ദ പരിശുദ്ധ പിതാവിനോട് പറയുകയും അഭിവന്ധ്യ കർദിനാൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തത് ഇന്നലത്തെ പോലെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ഇതെല്ലാം കേട്ട് ഞങ്ങളെ 3 പേരെയും അനുഗ്രഹിച്ചതിന് ശേഷം വീൽ ചെയറിൽ അദ്ദേഹം തിരിച്ച് തൻ്റെ ഓഫീസിലോട്ട് തിരിച്ചു പോവുകയുണ്ടായി. അതിനുശേഷം പിന്നെ കാണുവാൻ അവസരം ലഭിച്ചത് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഒരു കൂടിക്കാഴ്ച എന്ന് പറയാൻ സാധിക്കും. 2 മണിക്കൂറോളമാണ് അദ്ദേഹം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത്. ആ 2 മണിക്കൂർ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവിൻ്റെ വീടിരിക്കുന്ന സ്ഥലം ലോകത്തിൽ തന്നെ ഏറ്റവും സുരക്ഷയുള്ള സ്ഥലമാണ്. ആ സുരക്ഷയുള്ള സ്ഥലത്തേക്ക് ഒരു പേര് പോലും ചോദിക്കപ്പെടാതെ ഞങ്ങൾ 185 പേര് കടന്നു ചെന്നു. സ്വിസ് ഗാർഡിൻ്റെ അകമ്പടി, പരിശുദ്ധ പിതാവിൻ്റെ മാർപ്പാപ്പായുടെ പേഴ്സണൽ ബോഡി ഗാർഡാണ് സ്വിസ് ഗാർഡിൻ്റെ അകമ്പടിയോടുകൂടി ഹോളിലേക്ക് കയറിയ ഞങ്ങൾ 2 മണിക്കൂറോളമാണ് അദ്ദേഹവുമായി ചെലവഴിച്ചത്. ശ്രീനാരായണ ഗുരുദേവനെ പറ്റി അദ്ദേഹം അച്ചടിച്ച പ്രസംഗം കൈമാറി, അത് വായിച്ചു. അതിനുശേഷം ഞങ്ങളുമായി കുറേയധികം സംവദിച്ചു. 185 പേരെയും കണ്ടു. ഞങ്ങളുമായി ഫോട്ടോ എടുത്തു. പിന്നെ കുട്ടികൾ ഗാനങ്ങൾ, മലയാളി കുട്ടികൾ ഗാനങ്ങൾ പാടി. എല്ലാം ശ്രദ്ധയോടെ ശ്രവിച്ച അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളോട് പെരുമാറിയതും. ആ പെരുമാറ്റമൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനുശേഷം അദ്ദേഹത്തെ ദൂരെ നിന്ന് കാണുവാൻ അഭിവന്ധ്യ ജോർജ് കുവക്കാട്ട് പിതാവിൻ്റെ സ്ഥാനാരോഹണത്തിന് വെച്ച് ദൂരെ നിന്ന് കാണുവാനും കൂടിയുള്ള അവസരം ലഭിച്ചു. അതാണ് അവസാനമായി അദ്ദേഹത്തെ നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം ഉണ്ടായത്. തീർച്ചയായിട്ടും ക്രൈസ്തവ കത്തോലിക്ക സഭയുടെ തലവനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് അതിരുകളില്ലായിരുന്നു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സ്വന്തം പാപ്പ ഇന്ന് ലോകത്തോട്